ഹലോ ശ്രേയ, ഇത് നിഷയാണ്. നിഷ? ജിതിൻ്റെ കൊളീഗ്. നിഷ പറയ്. ഞാൻ വിളിച്ചത് അത് ജിതിന് വേണ്ടി വക്കാലത്ത് പറയുകയാണെങ്കിൽ നിഷ വെച്ചോളൂ. എനിക്ക് തീരെ താല്പര്യമില്ല. അല്ല, ജിതിന് തന്നെ നേരിട്ട് കണ്ടാൽ കൊള്ളുന്നുണ്ട്. അതിനവനൊരു അവസരം കൊടുത്തൂടെ? ഇനി ഞാൻ നേരിട്ട് കാണില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ അവൻ്റെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിച്ചതാ. അവൻ വരുന്ന ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേ ആന്ന് പോലും അവൻ മറന്നു. അവൻ എന്നെ വിഷ് പോലും ചെയ്തില്ല. അയ്യോ, അങ്ങനെയല്ല ശ്രേയ. അവൻ ഇന്നലെ വന്നിരുന്നു തന്നെ കാണാനായിട്ട്. താൻ ഏതോ മീറ്റിങ്ങിലായിരുന്നെന്നും അവനെ കാണാതെ പോയെന്നുമാണ് അവൻ പറഞ്ഞത്. എന്നെ ആരും കാണാൻ വന്നിട്ടുമില്ല, ഞാൻ കാണാൻ പോയിട്ടുമില്ല. അല്ല ശ്രേയ, അവൻ വന്നിരുന്നു. ശ്രേയയുടെ ഫ്രണ്ട് ഡാനി ഇല്ലേ, ഡാനി അവൻ കണ്ടിരുന്നു. ഡാനിയാണ് പറഞ്ഞത് ശ്രേയ അവനെ കാണാതെ പോയെന്ന്. ജിതിൻ പറഞ്ഞ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെയൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ അതിലൊന്നും ഇടപെടാൻ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കണം. അല്ലാതെ ഒരു തേർഡ് പേഴ്സന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസിഷൻ എടുക്കരുത്. ശ്രേയ ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രേയയുടെ സ്വന്തം ഇഷ്ടത്തിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ എന്ന്. അവന് തന്നെ ഒന്ന് കാണാൻ ഒരു അവസരം കൂടി കൊടുത്തൂടെ? എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്.